ഖത്തറിലെ ഇസ്രായേൽ ആക്രമണത്തിൽ തിങ്കളാഴ്ച ദോഹയിൽ അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടി സംഘടിപ്പിക്കും. നാളെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ചേരും. ഇസ്രായേൽ ആക്രമണത്തിൽ കരട് പ്രമേയം ചർച്ച ചെയ്യും. വിശാല അറബ് ഇസ്ലാമിക ഐക്യദാർഢ്യം ലക്ഷ്യമിട്ടാണ് ഉച്ചകോടി. ഉച്ചകോടിയോടനുബന്ധിച്ച് ഖത്തറിൽ സമുദ്ര ഗതാഗതത്തിന് താൽക്കാലിക വിലക്കേർപ്പെടുത്തി. അബ്ബാസ് മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അബ്ബാസ്, തിങ്കളാഴ്ചയാണ് ഈ ഒരു അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടി നടക്കാനിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അതിൽ ചർച്ചയാവുക? വിവരങ്ങൾ എങ്ങനെയാണ്? ദോഹയിലെ ഇസ്രായേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ചേരുന്ന അടിയന്തര അറബ് GCC ഉച്ചകോടിക്ക് വളരെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണ് പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളും അതുപോലെ ഖത്തറും കൽപ്പിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ ആക്രമണത്തിന് ശേഷം അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഖത്തർ പ്രധാനമന്ത്രി ലോകത്തുടനീളം യാത്ര ചെയ്യുകയാണ്. പ്രധാനമായിട്ടും ഇന്നലെ അദ്ദേഹം US-ലുണ്ടായിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ വൈസ് പ്രസിഡന്റ് സ്റ്റീവ് വിറ്റ്കോഫ്, പശ്ചിമേഷ്യയിലെ പ്രത്യേക ദൂതൻ, ഇതുപോലെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തുടങ്ങിയവരുമായി അദ്ദേഹം ചർച്ച നടത്തി. എന്നത് മാത്രമല്ല, ഈ മേഖലയിലെ പശ്ചിമേഷ്യൻ മേഖലയിലെ രാജ്യങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് ഒരു പ്രാദേശിക ശാക്തിക ചേരി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി UAE-യുമായും കുവൈത്തുമായും ഒമാനുമായും സൗദിയുമായും ഒക്കെ നിരന്തരമായ ബന്ധപ്പെടലുകൾ നടക്കുന്നുണ്ട്. ഈ ആക്രമണത്തിന് പിന്നാലെ എല്ലാ രാഷ്ട്രങ്ങളും ഖത്തറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രാദേശിക തരത്തിൽ ഒരു വലിയ പ്രാദേശികമായ ഒരു മുന്നണി രൂപപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും ഈ അടിയന്തര ഉച്ചകോടിയിൽ ഒരു ജോയിന്റ് ഡിക്ലറേഷൻ ഉണ്ടാവും. അത് എന്തെല്ലാം കാര്യങ്ങളാണ്, എന്തെല്ലാം വിഷയങ്ങളാണ് ആ ഡിക്ലറേഷനിൽ ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ തീർച്ചയില്ല. എന്തായാലും ഈ ആക്രമണത്തെ അപലപിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധ തലത്തിലേക്കുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ള ഇസ്രായേലിനെതിരെ സ്വീകരിക്കേണ്ട, അന്താരാഷ്ട്ര തലത്തിൽ സ്വീകരിക്കേണ്ട സമ്മർദ്ദ തന്ത്രങ്ങളെ കുറിച്ചുള്ള ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ അക്കാര്യത്തിൽ ആ ജോയിന്റ് ഡിക്ലറേഷനിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ നമുക്കിപ്പോഴും തീർച്ചയില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ ഈ പശ്ചിമേഷ്യൻ മേഖലയിൽ ഖത്തറിന്റെ നേതൃത്വത്തിൽ അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആദ്യപടി എന്നോണമാണ് ഞായറാഴ്ച അഥവാ ഉച്ചകോടി ചേരുന്നതിന്റെ മുമ്പത്തെ ദിവസം വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നടക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലായിരിക്കും ഏത് തരത്തിലാണ് ഇനി മുന്നോട്ട് നീങ്ങേണ്ടത് എന്നുള്ള കാര്യത്തിലൊരു വ്യക്തത കൈവരിക. അമൃത. ശരി, അബ്ബാസ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.